സമയം 8 അടുക്കളയ്ക്ക് കയറിയിട്ടില്ല. ഇന്നലെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. നമ്മൾ വിഷുവിൻ്റെ മാങ്ങ പഴുക്കാൻ വെച്ച് നിരത്തി വെച്ചിരിക്കുക. ചിലതൊക്കെ പഴുത്തെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് പ്ലീപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ വന്നിട്ട്. അപ്പോൾ പഴുക്കുമായിരിക്കും. ഇതെന്തെങ്കിലുമൊക്കെ കിടക്കുന്നതെന്ന് വിചാരിക്കണ്ട കേട്ടോ, വയ്യ. അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. അങ്ങനെ ഇന്നിപ്പോൾ ജോലിക്ക് പോകണ്ടാത്തത് കൊണ്ട് ഇതിൻ്റെ പോലെ കണ്ട ഞെട്ടും. വേണ്ട ഇവിടെ എന്താ ഇല്ലാത്ത കണ്ട എങ്ങനെ അടുക്കിപ്പക്കി വെക്കണം ഞാനായിരുന്നു പറഞ്ഞു. എനിക്കിപ്പോൾ വൃത്തിയൊക്കെ വളരെയധികം കുറഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് വൃത്തിയേക്കാളും മുഖ്യം കിടക്കണം എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ഏകദേശം വിഷുവിൻ്റെ വ്ളോഗിൽ ഓക്കെ ഗൈസ്, ഞാൻ ഫാൻ ഇട്ട്. ഏകദേശം വിഷുവിൻ്റെ വ്ളോഗിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണെന്ന്. യെസ്, വി ആർ പ്രഗ്നൻറ്റ്. ഇപ്പോൾ 5 months ആയി. 5 months സ്റ്റാർട്ട് ചെയ്തു 1 week കഴിഞ്ഞു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഇത്രയും മാസം ഉണ്ടായിരുന്നു. ഫാന് ഭയങ്കര ശബ്ദം തോന്നുന്നു അല്ലേ? വോയിസ് ഓവർ ചെയ്യേണ്ടി വരുമോ എന്തോ. എനിക്ക് ഒരിക്കൽ പണിയെടുക്കാനേ വയ്യ. പിന്നെ കുറേ ദിവസം ഇത് റിവീൽ ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെറുതായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ ഫാൻ ഓഫ് ചെയ്യാം. അപ്പോൾ ചെറുതായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടെന്നല്ലാതെ ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ്, അനുവിൻ്റെ കല്യാണമാണ് May 1st. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രഗ്നൻസിയുടെ ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ A to Z എടുക്കണം എന്ന് വിചാരിച്ചാൽ ഒന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഷോപ്പ് ചെയ്തതൊക്കെ ഒരു ദിവസം കാണിച്ചു തരാം. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. ഇങ്ങനെ എന്താ പറയുക, വലിച്ചു നീട്ടി വഷളാക്കുന്നില്ല. സോ അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇന്നത്തെ ഒരു എന്താ പറയുക ഒരു മോർണിംഗ് റൊട്ടീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോർണിംഗ് റൊട്ടീൻ പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇതാ കുറച്ച് വെള്ളം കുടിച്ചു. ഇനി കുറച്ച് കഴിഞ്ഞ് വെച്ചാൽ പ്രോട്ടീൻ പൗഡറുണ്ട്. പാല് പ്രോട്ടീൻ പൗഡറും കൂടെ കൊട്ടിക്കും. ഞാൻ മണ്ണുമില്ലാത്തത് കൊണ്ടാണ് പ്രോട്ടീൻ പൗഡർ തരുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മണ്ണൊക്കെ ഉണ്ട്, ഇത് കണ്ടോ, മണ്ണൊക്കെ ഉണ്ട്. വണ്ണത്തിന് കുറവുണ്ടായിട്ടല്ല. ഞാൻ നോണൊന്നും കഴിക്കില്ല. ഇറച്ചി, മീൻ, മുട്ട എന്നിവ സാധനങ്ങളൊന്നും തൊടാറില്ല. ഈവൻ വെളുത്തുള്ളി പോലും കഴിക്കാറില്ല. സോ എനിക്ക് വേണ്ട പ്രോട്ടീൻ ചിലപ്പോൾ എൻ്റെ ശരീരത്തിൽ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ബേബിക്ക് വേണ്ട പ്രോട്ടീൻ വേണമല്ലോ. സോ ഇപ്പോൾ പ്രോട്ടീൻ പൗഡർ തന്നു. പിന്നെ ഞാൻ ഭയങ്കര വാള് വെപ്പായിരുന്നു. ഒരു 3-4 കിലോ അങ്ങോട്ട് കുറഞ്ഞപ്പോൾ ഡോക്ടർ പ്രോട്ടീൻ പൗഡർ ആയി തന്നു. കണ്ണൻ്റെ സമയത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇതിനേക്കാൾ വാള് വെപ്പായിരുന്നു. പക്ഷെ അന്ന് സഹിക്കാനുള്ളൊരു ആരോഗ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ആരോഗ്യമില്ല തോന്നുന്നു. കിടക്കണം. ഇപ്രാവശ്യം ഭയങ്കര ക്ഷീണം കേട്ടോ. ചിലപ്പോൾ ചൂടിൻ്റെ ആവും. മുടി എന്താ ഇങ്ങനെ ഇരിക്കണേ എന്ന് വിചാരിക്കണ്ട. ഷാമ്പുട്ടത് ഞാൻ മുടി അഴിച്ചെടുത്തെ. എങ്ങനെയുണ്ട് ലുക്ക് നോക്കട്ടെ. ഭദ്രകാളിയാണെന്ന് കരുതേ. ഇപ്പോൾ ഭദ്രകാളി കണക്കിനൊക്കെ ഉണ്ട്. ഉള്ളു കുറവാണ്. ഇപ്പോൾ ഉള്ള മുടി കൂടെ പോകാനേ ചാൻസ് ഉണ്ട്. പുതിയൊരാളും കൂടെ വരല്ലേ. സോ അപ്പോൾ കല്യാണത്തിന് കുറച്ച് ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതന്നെ. അപ്പോൾ എല്ലാം വഴിയെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാരണം. കുറച്ച് ദിവസമായിട്ട് റിവീൽ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കെങ്കിലും നടക്കുന്നുണ്ടായിരുന്നില്ല. സോ അപ്പോൾ ഇന്നിപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ആയിട്ട് എന്തൊക്കെയോ കുറേ നേരം അടുക്കളയിൽ ചെയ്യണം. ഞാൻ അതുവരെ തിരിഞ്ഞ് നോക്കിയില്ല. ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, സ്ട്രിക്ട്ലി അവോയ്ഡഡ്. എന്നോട് പറഞ്ഞു അടുക്കളയ്ക്ക് കയറി പോകണ്ട, വീഡിയോയും കൊണ്ട് കയറി പോകണ്ട എന്ന് പറഞ്ഞു. അല്ലാതെ അടുക്കളയിൽ കയറേണ്ടതല്ല. സോ ഞാനത് ക്യാൻസൽ ചെയ്തിരിക്കും. നിങ്ങൾ ആരെങ്കിലും ഈ 4 സ്റ്റെപ്പ് നെറ്റി നോക്കിയിട്ടുണ്ട്? അതെ, 1st സ്റ്റെപ്പ്, 2nd, 3rd. കാരണം ഇനി ഗ്യാപ്പൊന്നുമില്ല. ഒരു സ്റ്റെപ്പും കൂടെ വന്നാൽ ഞാനും തീരുമാനിക്കും ചൊട്ടയായോ എന്ന്. അങ്ങനെ വലിയ നെറ്റിയുള്ളവർ നന്നായി പഠിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ ഗൈസ്? ശരി, അപ്പോൾ എന്തായാലും ഞാൻ ഈ വ്ളോഗ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോകണം. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, വിശേഷങ്ങൾ പറഞ്ഞു. സോറി, മെസ്സേജ്. അപ്പോൾ ശരി, ബായ്. അടുത്തതായിട്ട് ഒരു കുട്ടി വ്ളോഗ്, മിനി വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലോങ് വീഡിയോസൊന്നും തൽക്കാലം ഇപ്പം ഇല്ല എന്ന് ഞാൻ വിചാരിക്കാം. ഓരോ ആൾക്കാരുടെ സിറ്റുവേഷൻസ് ഓരോന്ന് പോലെയാണ്. ഓരോ ആൾക്കാരുടെ പ്രഗ്നൻസിയിലും ഡിഫറൻസ് ഉണ്ടാവും. സോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചിലരെ കൊണ്ട് ലോങ് വീഡിയോസും വലിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നെക്കൊണ്ട് സഹായിക്കില്ല. സോ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ശരി, ബൈ ഗായ്സ്. ശരി, അപ്പോൾ രാവിലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാനുണ്ട്. ഇനി പോയിട്ട് വേണം തുടങ്ങാൻ. തുണി തിരുമ്മാനുണ്ട്. അങ്ങനെ എല്ലാ പണികളും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ മൊബൈലും പിടിച്ചിരുന്നാൽ നടക്കില്ല. സോ അപ്പോൾ ബായ്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേഗം അടുത്ത വിശേഷങ്ങളും പിന്നെ കല്യാണത്തിൻ്റെ അപ്ഡേറ്റ്സും. കല്യാണങ്ങൾ എന്ന് പറഞ്ഞത് ഏക്കടെ വീട്ടിലും ഒരു കല്യാണം ഉണ്ട്. ഞങ്ങളുടെ മാമയുടെ
മോളുടെ മോൾക്കാണ്. അപ്പോൾ ഞങ്ങളുടെ മുത്തിൻ്റെ കല്യാണമാണ്. സോ അത് മെയ് 21-നാണ്. അത് ഒരു 18th തന്നെ തുടങ്ങും. പെൺകുട്ടിയുടെ കല്യാണമാണ്. സോ അപ്പോൾ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാഴ്ച മുമ്പേ ശരിക്കും പരിപാടികളൊക്കെ തുടങ്ങും. അപ്പോൾ പറ്റുമെങ്കിൽ ഞാൻ ആ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. ഇത് പിന്നെ സ്വന്തം പെങ്ങളാണ്. സോ എത്രത്തോളം വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. ആൾക്കാർ എന്നെ പ്രാന്തെന്നേ പറയുള്ളൂ വീഡിയോയും കൊണ്ട് നടന്നാൽ. സോ അപ്പോൾ ഞാൻ അത് നടക്കും എനിക്കറിയില്ല. പറ്റുന്ന അത്രയും ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. കാരണം ഇതെല്ലാം ഒരു മെമ്മറീസ് ആണല്ലോ. ഞാൻ മറ്റുള്ളവർ കാണുന്നതിനേക്കാളും ഇഷ്ടം എനിക്കിതെല്ലാം സൂക്ഷിച്ച് വെക്കാൻ ഉള്ളത് തന്നെയാണ്. ഞാൻ ആദ്യം എല്ലാം പ്രൈവറ്റ് വീഡിയോസ് ആയിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് പബ്ലിക് ആക്കിയതും. എന്ന് വെച്ചാൽ എൻ്റെ കസിൻ ചേച്ചിമാരെല്ലാവരും പറഞ്ഞു കൊള്ളാലോ, രസമുണ്ടല്ലോ എന്ന്. അപ്പോൾ ചെറിയൊരു കോൺഫിഡൻസ് ചെറിയൊരു ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തതെന്ന് മാത്രം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വൈകാതെ തന്നെ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ.